2025 മോഡലിലെ XUV സെഗ്മെൻറ്റിൽ വരുന്ന 3XO വേരിയൻ്റ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 14 ലക്ഷം രൂപ തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ് ഷോറൂം പ്രൈസ് തുടങ്ങുന്നത്. 7 എയർ ബാഗ് വരുന്നുണ്ട്. 5 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിനാൽ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ എന്നാൽ ഇതിലോട്ട് വരുമ്പോൾ ഇത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും LED ആണ്, DRലാണ് വരുന്നത്. പിന്നെ സെൻസർ വരുന്നുണ്ട്. ബ്ലാക്ക് കളറിലാണ് ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ താഴെ വരുന്നത്. പിന്നെ താഴെ ഒരു സ്കിപ്പ് ലൈറ്റും വരുന്നുണ്ട്. ഇത് വരുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലാണ് ഗ്രില്ല് വരുന്നത്. അതിൻ്റെ നടുക്ക് ബട്ടർഫ്ലൈ എംബ്ലം, 4 ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. താഴെ ഒരു എയർ വെൻറ്റ് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. മിറർ അസംബ്ലി ഫോൾഡിങ് ടൈപ്പും ആണ്, ഓട്ടോമാറ്റിക് ആണ്. 360 വരുന്നത്. ടയറിൻ്റെ സൈസ് വന്നിട്ട് 17 ഇഞ്ചാണ്. സ്റ്റോക്ക് അലൈവ് ആണ് വരുന്നത്. 2600 വീൽ ബേസ് വരുന്നത്. 201 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് വണ്ടിക്ക്. ഡ്രൈവർ സീറ്റ് ഇത് ഓപ്പൺ ചെയ്ത സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലിവർ കാണാം. വൈറ്റ് കളർ സീറ്റാണ് വരുന്നത്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിൻ്റെ അകത്തൊരു ഡിസൈൻ വരുന്നുണ്ട്. AC വെൻ്റ്. ഇതിലോട്ട് വരുമ്പോൾ ചെറിയൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ. ഒരു സ്പോയിലർ വരുന്നുണ്ട്. പുറകോട്ട് വരുമ്പോൾ ഫ്യൂൽ ടാങ്കിന് അടപ്പുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ സെക്ഷൻ. ബ്ലാക്ക് ഫിനിഷിംഗ് ആണ്, ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ് വരുന്നത്. അതിൻ്റെ ഇവിടുന്ന് നേരെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് മാത്രമേ ഉള്ളൂ നീളത്തിലുള്ള ഒരു LED ലൈറ്റ്. അതിൻ്റെ താഴെ XUV 3XO എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാഡ്ജിങ്ങും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്. 5 പേർക്ക് ഇരിക്കാൻ പറ്റിയ വണ്ടിയാണ്. റിഫ്ലക്ടറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സെൻസർ വരുന്നുണ്ട്. താഴെ ഒരു സ്കിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ബെസൽ വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്, സെൻസറുണ്ട്. 60 ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ പുറയിലത്തെ വ്യൂ കാണുന്ന ക്യാമറയാണിത്. പനോരമിക് സൺറൂഫാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലോട്ട് വരുമ്പം വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച് കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റലാണ് വരുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിഗ്നൽ കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. 10.25-ൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ അത് ആൻഡ്രോയിഡ് ഉണ്ട്, കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അഡ്രിനോക്സ് എന്ന് പറയുന്ന മഹേന്ദ്രയുടെ പുതിയ ഫീച്ചേഴ്സും വരുന്നുണ്ട്. താഴോട്ട് വരുമ്പം AC-യുടെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളുണ്ട്. ഒരു വയർലെസ് ചാർജിങ് ഉണ്ട്. ഒരു USB പോർട്ടുണ്ട്. AC-യുടെ മൂഡ് മാറ്റുന്നതും ഫാൻ്റെ സ്പീഡ് കൂട്ടുന്ന സ്വിച്ച് കാര്യങ്ങളും. പിന്നെ 6 സ്പീഡ് വണ്ടിയാണ് വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ കൺസോൾ വരുന്നത്. ഒരു 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇതാണ്. പിന്നെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം താഴോട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. വൈറ്റ് കളറിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. ടോപ്പിലോട്ട് വരുമ്പം നമുക്ക് ഗ്ലാസ് വെക്കാനുള്ള കൺസോൾ ഇല്ല. പനോരമിക്കിൻ്റെ ഒരു സൺറൂഫ് ഉണ്ട്. ഇതോ കോ ഡ്രൈവറിലെ സൺവൈസർ ഓപ്പൺ ചെയ്യുമ്പം ലൈറ്റ് കത്തും. നല്ല ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ളൊരു സ്വിച്ചാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചും 4 പവർ വിൻഡോയുടെയും ഡോറ് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ സ്വിച്ചും വന്നിട്ടുണ്ട്. ഇവിടെ സ്പീക്കറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഡോർ ഹാൻഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ. പിന്നെ നമ്മുടെ ജീൻസിൻ്റെ ഒക്കെ പോലെ തന്നെ സ്റ്റിച്ചിങ് വന്നിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ഈ ഡോർ പാടെ തന്നെ. ഇത് ലെതറാണ് വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത ഡാഷ്ബോർഡിൻ്റെ അകത്തൊരു ലൈറ്റ് വരുന്നുണ്ട്. വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയ ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. 4 AC വെൻ്റാ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ക്ലസ്റ്ററിൻ്റെ അകത്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അന്നേരം വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പം ഇതുണ്ടോ വണ്ടിക്കകത്ത്
ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് കാണിക്കും. കണ്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. .360 ക്യാമറയ്ക്കകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഇതുകൊണ്ട് നമ്മളിത് നോക്കി കഴിയുമ്പോൾ കണ്ടോ, ഫ്രണ്ടിലത്തെ മാത്രം വ്യൂ ആയിട്ട് കാണിക്കാം. അതല്ലാതെ ടോപ്പിൽ നിന്നുള്ളതും പിന്നെ ഫ്രണ്ടിലത്തെ വ്യൂവും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യാം. 4 സ്പീക്കറാണ് വരുന്ന വണ്ടിക്കകത്ത്. അതുപോലെ തന്നെ 7 എയർ ബാഗും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.